ഇപ്പോൾ കൊച്ചി കാക്കനാട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. ദൃശ്യങ്ങളിൽ ജലപീരങ്കി പ്രയോഗമാണ്. പ്രതിഷേധക്കാർ ആശാവർക്കർമാരുടെ സമരമാണ്. കൊച്ചിയിൽ ആശാവർക്കർമാർ നടത്തിയ സമരം. ആ മാർച്ച് കളക്ടറേറ്റിന് മുന്നിലെത്തിയപ്പോഴാണ് ജലപീരങ്കി പ്രയോഗമുണ്ടായത്. അവിടെ ബാരിക്കേഡുകളൊക്കെ നിരത്തി പോലീസ് തടയുന്നുണ്ട്. പക്ഷേ ജലപീരങ്കി പ്രയോഗം ഒന്നും ആശാവർക്കർമാർ കൂട്ടാക്കുന്നില്ല. അവർ മുദ്രാവാക്യം വിളികളോടെ അവിടെ എത്തിയിരിക്കുന്നു. ശ്യാംകുമാർ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്യാം, ഇതെപ്പോഴാണ് ഇവർ മാർച്ചുമായി അവിടെ എത്തിയത്? ഇതൊരു സംഘർഷത്തിലേക്ക് കടക്കാനുള്ള കാരണം എന്താണ്? സമാധാനപരമായിട്ടാണ് ആശാപ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും കളക്ടറേറ്റിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി എത്തിയത്. ഉദ്ഘാടന പ്രസംഗങ്ങൾ കഴിഞ്ഞ് നേതാക്കൾ പിരിഞ്ഞതോടെയാണ് പ്രവർത്തകർ അവിടെ സ്ഥാപിച്ചിരുന്ന പോലീസിന്റെ ബാരിക്കേഡുകൾ ഉൾപ്പെടെ ഇളക്കി മാറ്റാനായി ശ്രമിച്ചത്. ഇതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു. ആശാപ്രവർത്തകരാണ് കൂടുതലും ഈ മാർച്ചിൽ ഉണ്ടായിരുന്നത്. അവർ ആദ്യഘട്ടത്തിൽ ഓടിമാറിയെങ്കിലും പിന്നീട് ജലപീരങ്കി പ്രയോഗിച്ചതോടുകൂടി അവരെല്ലാവരും തിരിച്ച് സംഘടിച്ച് ഇങ്ങോട്ട് എത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. കോൺഗ്രസ് പ്രവർത്തകരും സംഘടിച്ച് അങ്ങോട്ട് എത്തുന്നുണ്ട്. 3 തവണയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിക്കുകയും ചെയ്തത്. ബാരിക്കേഡുകൾ പ്രവർത്തകർ മറിച്ചിട്ടതോടെയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. കൂടുതലും സ്ത്രീകൾ ഉൾപ്പെടെ ഉള്ളതിനാൽ പോലീസ് മറ്റ് ബലപ്രയോഗങ്ങൾക്ക് മുതിർന്നിരുന്നില്ല. ജലപീരങ്കി ഉപയോഗിച്ച പ്രവർത്തകരെ മാറ്റുന്നതിനാണ് ശ്രമിച്ചത്. ഏതായാലും നിലവിൽ പ്രവർത്തകർ വീണ്ടും സംഘടിച്ച് ബാരിക്കേഡിനടുത്തെത്തി പ്രതിഷേധിക്കുകയാണ്. ജലപീരങ്കി ഉപയോഗിച്ച ശേഷവും പിരിഞ്ഞു പോകാൻ തയ്യാറാകാതെയാണ് പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് സമീപമെത്തി പ്രതിഷേധിക്കുന്നത്. പോലീസ് മറ്റ് ബലപ്രയോഗങ്ങൾക്കൊന്നും തയ്യാറായിട്ടില്ല. നിലവിൽ ബാരിക്കേഡിന് മുന്നിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് പ്രവർത്തകരും ആശാപ്രവർത്തകരും ഉൾപ്പെടെയുള്ളവർ പ്രതിഷേധിച്ചുകൊണ്ട് നിൽക്കുന്നത്. ശരി, എസ് ശ്യാംകുമാറാണ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കൊച്ചിയിൽ കളക്ടറേറ്റിന് മുന്നിലേക്ക് ആശാവർക്കർമാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ നടത്തിയ മാർച്ച്, അവിടെയാണ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗമുണ്ടായത്. പക്ഷേ ഇപ്പോൾ അവർ മുദ്രാവാക്യം വിളിച്ച് ബാരിക്കേഡിന് അടുത്തു നിന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. വലിയ സംഘർഷം ഇപ്പോൾ ഈ സ്ഥലത്ത് ഇല്ല. പോലീസ് വലിയ രീതിയിലുള്ളൊരു സമ്മർദ്ദത്തിലേക്ക് ഒന്നും തന്നെ കടക്കുന്നില്ല എന്നാണ് എസ് ശ്യാംകുമാർ റിപ്പോർട്ട് നൽകിയത്.